ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അരുണാചൽ മക്കാക്ക് എന്ന കുരങ്ങിനെ പറ്റിയാണ്. അരുണാചൽ മക്കാക്ക് അരുണാചൽ പ്രദേശിലെ മലനിരകളിൽ കാണപ്പെടുന്ന ഒരു കുരങ്ങിനമാണ്. 2004-2005 കാലത്ത് ശാസ്ത്രീയമായി തിരിച്ചറിയപ്പെട്ട ഒരു പുതിയ സ്പീഷീസുമാണ്. ഈ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക മുൻസാല എന്നാണ്. സെർക്കോപിത്തേസിപ്പിഡേ കുടുംബത്തിലാണ് ഈ കുരങ്ങുവർഗം ഉൾപ്പെടുന്നത്. അരുണാചൽ പ്രദേശത്തിലെ ഉയർന്ന മലപ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുരങ്ങുകൾ അപായ അവസ്ഥയിലാണ്. അരുണാചൽ മക്കാക്കളുടെ ശരീരം മോശം നിറമുള്ള തവിട്ട് നിറത്തോട് കൂടിയതും പലപ്പോൾ ചാര നിറത്തോട് ചേർന്നതുമാണ്. ഇവയുടെ മുഖത്തിന് അല്പം കറുപ്പും ഇരുണ്ട നിറവുമായിരിക്കും. ഈ കുരങ്ങന്മാരുടെ വാൽ ചെറുതാണ്. വലിയ തരം മക്കാക്ക് വിഭാഗത്തിൽ ഉള്ള കുരങ്ങന്മാരുടെ ശരാശരി വലിപ്പം തന്നെയാണ് ഈ കുരങ്ങുകൾക്കുമുള്ളത്. 1600 മീറ്റർ മുതൽ 3500 മീറ്റർ വരെ ഉയരമുള്ള അതിപ്രകൃതമായ തണുപ്പ് കൂടുതലുള്ള ഹിമാലയൻ കാടുകൾ എന്നിവിടങ്ങളിലും ഓക്ക് കാട്, പൈൻ കാട്, മിശ്രവനങ്ങൾ എന്നിവിടങ്ങളിലുമാണ് അരുണാചൽ മക്കാക്കുകളെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവർ ഭക്ഷിക്കുന്നത് കായകൾ, പഴങ്ങൾ, ഇലകൾ, വിത്തുകൾ, ചെറിയ കീടങ്ങൾ എന്നിവയൊക്കെയാണ്. അരുണാചൽ മക്കാക്കുകൾ സാമൂഹിക ജീവികളാണ്. ഇവർ ഗ്രൂപ്പുകളായി സഞ്ചരിക്കുന്നു. മനുഷ്യവാസം കൂടിയ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഭക്ഷണത്തിനായി എത്താറുണ്ട്. ഇവർ ശബ്ദചടങ്ങുകളും ശരീര ഭാഷയും ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു. അരുണാചൽ മക്കാക്കുകൾ 6-6.5 മാസത്തെ ഗർഭകാലത്തിന് ശേഷം ഓരോ പ്രസവത്തിലും സാധാരണ ഒരു കുഞ്ഞ് മാത്രമാണ് ജനിക്കുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചെറിയതും ശരീരത്തിൽ കുറച്ച് രോമമുള്ളവയും അമ്മയുടെ ശരീരത്തോട് പറ്റിപ്പിടിച്ച് സഞ്ചരിക്കുന്നവരുമായിരിക്കും. ഈ കുരങ്ങുകളിൽ അമ്മയ്ക്കാണ് കുഞ്ഞിൻ്റെ പ്രധാന പരിചരണം. കുഞ്ഞ് ജനിച്ച് 6-12 മാസം വരെ അമ്മയുടെ പാൽ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ആശ്രയം. ആ സമയങ്ങളിലെല്ലാം കുഞ്ഞ് അമ്മയുടെ വയറ്റിലോ മുതുകിലോ പറ്റി സഞ്ചരിക്കുന്നു. സാവധാനം ചാടാനും കയറാനും കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ഏകദേശം 1 വയസ്സിന് ശേഷം ഇവർ കൂടുതൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. കൂട്ടത്തിലെ മറ്റ് കുട്ടി മക്കാക്കുകളുമായി കളികളും നടത്തിയിരിക്കാം. പിന്നീട് അവർ സ്വയം ഭക്ഷണം കണ്ടെത്താൻ തുടങ്ങുന്നു. ആൺമക്കാക്കുകൾ 5-6 വയസ്സിൽ ലൈംഗികമായി പ്രായപൂർത്തിയാകുന്നു. പെൺമക്കാക്കുകൾ 4-5 വയസ്സിൽ പ്രായപൂർത്തിയാകും. 15 മുതൽ 40 വരെ അംഗങ്ങളുള്ള വലിയ സോഷ്യൽ ഗ്രൂപ്പുകളിൽ ഈ മക്കാക്കുകൾ ജീവിക്കുന്നു. ആൺമക്കാക്കുകൾ ചിലപ്പോൾ കൂട്ടം വിട്ട് പുതിയ കൂട്ടങ്ങളിലേക്ക് താമസം മാറാറുണ്ട്. പെൺമക്കാക്കുകൾക്ക് വർഷത്തിൽ പ്രധാനമായും ഒരു പ്രസവ ചക്രം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കൂട്ടത്തിനുള്ളിൽ ആൺമക്കാക്കുകൾ ആധിപത്യം ഉറപ്പിക്കാൻ പോരാട്ടങ്ങളും പ്രദർശനങ്ങളും നടത്തുന്നു. അരുണാചൽ മക്കാക്കുകൾക്ക് വൃദ്ധാവസ്ഥയിൽ ചലന വേഗം കുറഞ്ഞ് ഗ്രൂപ്പിനോടൊപ്പം നീങ്ങുമെങ്കിലും പ്രവർത്തനം കുറയുന്നു. വന്യജീവിതത്തിൽ സാധാരണ ഈ മക്കാക്കുകൾ 20-25 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.